നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് മുഴുവൻ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. പ്ലസ് ടു സുവോളജിയിലെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വാരിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ മ്യൂട്ടേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് മ്യൂട്ടേഷൻ എന്ന് നോക്കാം. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ഓൾട്ടർനേഷൻ ഓർ സഡൻ ചേഞ്ച് ഇൻ ദി DNA സീക്വൻസസ്. അതായത് DNA സീക്വൻസിൽ വരുന്ന സഡൻ ചേഞ്ചിനെയാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സഡൻ ചേഞ്ച് ഉണ്ടാവാൻ 3 കാരണങ്ങളുണ്ട്. അത് ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് DNA സീക്വൻസിൽ വരുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ഓൾട്ടർനേഷനെയാണ് ഈ ഒരു മ്യൂട്ടേഷൻ എന്നുള്ള ടേം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമുക്ക് മ്യൂട്ടേഷൻ ഒരു ഡെഫിനിഷൻ ഒന്ന് നോക്കാം. മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഫിനോമിനോൺ which results in the alternation of DNA sequences and consequently results changes in the genotype and phenotype of an organism. അതായത് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു, DNA സീക്വൻസിൽ വരുന്ന ചേഞ്ച് ആണ് അഥവാ ഓൾട്ടർനേഷൻ ആണ്. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ഇറ്റ് ഈസ് എ ഫിനോമിന which results in the alternation of DNA sequences and consequently results changes in the genotype and phenotype of an organism. അതായത് DNA സീക്വൻസിൽ വരുന്ന ഓൾട്ടർനേഷനെയാണ് എന്ത് പറയുന്നത്, മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു ഓൾട്ടർനേഷൻ അല്ലെങ്കിൽ ചേഞ്ച് DNA സീക്വൻസിന് വരുമ്പോൾ ഇത് എന്തിന് കാരണമാവുന്നു? ഇറ്റ് കോൺസിക്വന്റ്ലി റിസൾട്ട്സ് ചേഞ്ചസ് ഇൻ ദ ഫിനോടൈപ്പ് ആൻഡ് ജീനോടൈപ്പ് ഓഫ് എൻ ഓർഗാനിസം. ഇത് ഈ ഒരു സഡൻ ചേഞ്ച് അല്ലെങ്കിൽ ഈ ഒരു ഓൾട്ടർനേഷൻ DNA സീക്വൻസിൽ വരുന്ന ഓൾട്ടർനേഷന്റെ ഫലമായിട്ട് ഒരു ഓർഗാനിസത്തിന്റെ ജീനോടൈപ്പ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഫീനോടൈപ്പിലും ചേഞ്ചസ് വരുന്നു. നമ്മുടെ ചാപ്റ്ററിന്റെ ഹെഡിങ് എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വാരിയേഷൻ എന്നായിരുന്നു അല്ലേ? വാരിയേഷൻ. അപ്പോൾ ഈ ഒരു വാരിയേഷന് കാരണമാകുന്ന 2 പ്രധാന കാരണങ്ങളാണ് ക്രോസിംഗ് ഓവറും മ്യൂട്ടേഷനും. ഏതൊക്കെയായിരുന്നു? ക്രോസിംഗ് ഓവറും മ്യൂട്ടേഷനും. അപ്പോൾ മ്യൂട്ടേഷൻ എന്താണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. The next is mutagens. Mutagens എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the factors or agents that cause mutation. അതായത് മ്യൂട്ടേഷന് കാരണമാകുന്ന ഏജൻസിനെയാണ് മ്യൂട്ടേജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ മ്യൂട്ടേജൻസ് ആർ ഓഫ് മെയിൻലി 3 ടൈപ്സ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫിസിക്കൽ മ്യൂട്ടേജൻസ്, കെമിക്കൽ മ്യൂട്ടേജൻസ് ആൻഡ് ബയോളജിക്കൽ മ്യൂട്ടേജൻസ്. ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് മ്യൂട്ടേജൻസ് എന്നും അതിൻ്റെ ടൈപ്സും എക്സാമ്പിൾസും പഠിക്കുക. അത് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ മ്യൂട്ടേജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാക്ടേഴ്സ് ഓർ ഏജൻസ് ദാറ്റ് കോസ് മ്യൂട്ടേഷൻ. 3 ടൈപ്പ് ഏതൊക്കെയായിരുന്നു? ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ഫിസിക്കൽ മ്യൂട്ടേജൻസ്. ഫിസിക്കൽ മ്യൂട്ടേജൻസിന് എക്സാമ്പിൾ വരുന്നത് റേഡിയേഷൻസ് ആണ്. അതായത് അൾട്രാവയലറ്റ് റേസും അതുപോലെ എക്സ്റേസും ഒക്കെയാണ് ഈ ഒരു ഫിസിക്കൽ മ്യൂട്ടേജൻസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കെമിക്കൽ മ്യൂട്ടേജൻസ്. എക്സാമ്പിൾസ് ഇൻക്ലൂഡ്സ് മെറ്റൽ അയോൺസ്, ആൽക്കലേറ്റിംഗ് ഏജൻറ്റ്സ് എക്സെട്ര. അതായത് പല കെമിക്കൽ സബ്സ്റ്റൻസുകളുമാണ് ഇതിൽ വരുന്നത്. Then third one is biological mutagens. It includes viruses, then bacteria, transposons, etc. അതായത് ബയോളജിക്കൽ മ്യൂട്ടേജൻസിൽ വരുന്നത് ചില വൈറസുകളും അതുപോലെ തന്നെ ബാക്ടീരിയകളും ട്രാൻസ്പോസോൺസും ആണ്. ട്രാൻസ്പോസോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ they are the mobile segments of DNA. അതായത് DNAയുടെ ചെറിയ ചെറിയ സെഗ്മെന്റ്സ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൂവ് ചെയ്യും. ഓക്കെ, മൂവ് ചെയ്യുന്ന DNA-യുടെ സെഗ്മെന്റ്സിനെയാണ് ട്രാൻസ്പോസോൺസ് എന്ന് പറയുന്നത്. അതിനെ ചില സമയത്ത് ജമ്പിങ് ജീൻസ് എന്നുകൂടി പറയാറുണ്ട്. അതൊന്ന് എക്സ്ട്രാ പോയിന്റ് ആയിട്ടൊന്ന് ഓർത്ത് വെക്കുക. അതിനെ ചില സമയത്ത് ജമ്പിങ് ജീൻസ് എന്നുകൂടി പറയാറുണ്ട്. അപ്പോൾ 3 ടൈപ്പ് മ്യൂട്ടേജൻസ് ആണുള്ളത്. ഫിസിക്കലിന് എക്സാമ്പിൾ വിവിധ റേഡിയേഷൻസ് ആണ്. എക്സ്റേസും UV റേസും ഒക്കെയാണ് അതിൽ വരുന്നത്. ദെൻ കെമിക്കൽ മ്യൂട്ടേജൻസിന് എക്സാമ്പിൾ കെമിക്കൽ സബ്സ്റ്റൻസുകളാണ്. ഓക്കെ, മെറ്റൽ അയോൺസും ആൽക്കലേറ്റിംഗ് ഏജൻസും ഒക്കെയാണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ബയോളജിക്കൽ മ്യൂട്ടേജൻസിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഏതൊക്കെയായിരുന്നു? വൈറസസ്, ബാക്ടീരിയ, ട്രാൻസ്പോസോൺസ്. ട്രാൻസ്പോസോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ ദ മൊബൈൽ സെഗ്മെന്റ്സ് ഓഫ് DNA. ഓക്കെ, അതായത് DNA-യുടെ സെഗ്മെന്റ്സ് ആണ് ശരിക്കും ഈ ട്രാൻസ്പോസോൺസ് എന്ന് പറയുന്നത്. ചെറിയ ചെറിയ സെഗ്മെന്റ്സ് ആണ്. ഇവിടെ പ്രത്യേകത ഇത് മൂവ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, സംടൈംസ് ദേ ആർ ഓൾസോ കോൾഡ് ആസ് ജമ്പിങ് ജീൻസ്. ഓക്കെ, ജമ്പിങ് ജീൻസ് എന്നുകൂടി ഇതിനെ പറയാറുണ്ട്. ഇതൊരു എക്സ്ട്രാ പോയിന്റ് ആണ്, ഒന്ന് ഓർത്ത് വയ്ക്കുക. ജമ്പിങ് ജീൻസ് എന്ന് പറയാറുണ്ട്. നമുക്കറിയാം DNA-യുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഡബിൾ ഹെലിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് DNA-ക്ക് ഉള്ളത്.
അല്ലേ? ഇവിടെ വരച്ചിട്ടുണ്ട്. ഡബിൾ ഹെലിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നമ്മുടെ DNA ഉള്ളത്. അപ്പോൾ ഈ ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിൽ വരുന്ന ചെറിയൊരു സെഗ്മെന്റ്, ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള ചെറിയ ചെറിയ സെഗ്മെന്റ്സിന് നമുക്ക് എന്ത് പറയാം? ജീൻസ് എന്ന് പറയാം. ഓക്കെ, DNA ചെറിയൊരു ഭാഗത്തുള്ള ഒരു സെഗ്മെന്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതിനെ നമുക്ക് എന്ത് പറയാം? ആ ഒരു സെഗ്മെന്റിന് ജീൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ജീനാണ് ശരിക്കും യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ജീൻസ് ആർ ദി യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇനി പറയുന്നത് നമുക്കറിയാം, ഒരുവിധം എല്ലാ ഓർഗാനിസംസിലും ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് DNA ആണ്. എന്നാൽ ചില വൈറസുകളിൽ DNA പകരം RNA ആണ് ജനറ്റിക് മെറ്റീരിയൽ ആയിട്ട് വരുന്നത്. ഓക്കെ, ചില വൈറസുകളിൽ RNA ആണ് ജനറ്റിക് മെറ്റീരിയൽ വരുന്നത്. അങ്ങനെ RNA ജനറ്റിക് മെറ്റീരിയൽ ആയി വരുന്ന വൈറസുകളെ റിട്രോ വൈറസസ് എന്നാണ് പറയുന്നത്. ഓക്കെ, റിട്രോ വൈറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറസസ് ഹാവിങ് RNA ആസ് ദി ജനറ്റിക് മെറ്റീരിയൽ. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് നിപ്പ വൈറസ്, അതുപോലെ തന്നെ കൊറോണ വൈറസ്, HIV, ഇതൊക്കെ റിട്രോ വൈറസുകൾക്ക് എക്സാമ്പിൾ ആണ്. അപ്പോൾ റിട്രോ വൈറസ് എന്താണെന്ന് ഒരിക്കൽ കൂടി പറയാം. റിട്രോ വൈറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറസസ് ദാറ്റ് ഹാവിങ് RNA ആസ് ദ ജനറ്റിക് മെറ്റീരിയൽ. RNA ജനറ്റിക് മെറ്റീരിയൽ ആയി വരുന്ന വൈറസുകളെയാണ് റിട്രോ വൈറസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ RNA എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയ ചെറിയ സെഗ്മെന്റ്സിനെ നമുക്ക് എന്ത് പറയാം? ജീൻസ് എന്ന് തന്നെ പറയാം. ജീൻസ് തന്നെയാണ് ഈ റിട്രോ വൈറസുകളിലും യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് DNA ആണെങ്കിലും RNA ആണെങ്കിലും ജനറ്റിക് മെറ്റീരിയൽ DNA ആയിക്കോട്ടെ RNA ആയിക്കോട്ടെ, ഇതിൻ്റെ ചെറിയ സെഗ്മെന്റ്സിന് നമുക്ക് എന്ത് പറയാം? ജീൻസ് എന്ന് പറയാം. ഓക്കെ, DNA ചെറിയ ചെറിയ സെഗ്മെന്റ്സിന് ജീൻസ് എന്ന് പറയാം. അതുപോലെ തന്നെ RNA ഉള്ള ചെറിയ സെഗ്മെന്റുകളെ ജീൻസ് എന്ന് പറയാം. ഈ ജീൻസ് ആണ് യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ ഈ ഒരു ഡയഗ്രാം ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ക്രൊമാറ്റിഡിന്റെ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. ഈ ക്രൊമാറ്റിഡിനകത്ത് DNA ടൈറ്റ്ലി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ചെറിയ സെഗ്മെന്റ്സിനെ നമുക്ക് എന്ത് പറയാം? ജീൻസ് എന്ന് പറയാം. നമ്മളത് നേരത്തെ പറഞ്ഞതാണ്. ചില സമയങ്ങളിൽ ഈ ഉള്ള ജീൻസ് നഷ്ടപ്പെട്ടു പോവാം. ഓക്കെ, ലോസ് ഓഫ് ജീൻസ് നടക്കാം. അതിനെ ഡിലീഷൻസ് എന്ന് പറയും. ഓക്കെ, ഉള്ള ജീന് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അതിനെ ഡിലീഷൻസ് എന്ന് പറയും. ദെൻ ചില സമയങ്ങളിൽ ഇതിലില്ലാത്ത ജീൻസ് പുതുതായിട്ട് പുറമേന്ന് ജീൻസ് ആഡ് ചെയ്യപ്പെടാം. ആൻഡ് ദ അഡീഷൻ ഓഫ് ജീൻസ് ഇസ് കോൾഡ് ആസ് ഇൻസേർഷൻ ഓർ ഡ്യൂപ്ലിക്കേഷൻ. അതിനെ ഇൻസേർഷൻ അഥവാ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ പുതിയ ജീന് വരുന്നതും അതുപോലെ ഉള്ള ജീൻ നഷ്ടപ്പെടുന്നതും എന്തിന് കാരണമാവുന്നു? ഓൾട്ടർനേഷൻ ഓഫ് ക്രോമസോംസിന് ഇത് കാരണമാവുന്നു. അതായത് ക്രോമസോംസിൽ ഓൾട്ടർനേഷൻ, ചേഞ്ചസ് വരാൻ ഇത് കാരണമാവുന്നു. ശരിയല്ലേ? അതായത് ഇവിടെയുള്ള ഓൾറെഡി ഉണ്ടായിരുന്ന ജീന് നഷ്ടപ്പെടുക, അല്ലെങ്കിൽ പുതുതായിട്ട് ജീന് വന്ന് ആഡ് ചെയ്യപ്പെടുക. ഇങ്ങനെ രണ്ട് സംഭവിക്കുമ്പോൾ ഇറ്റ് റിസൾട്ട്സ് ഇൻ ഓൾട്ടർനേഷൻ ഓഫ് ക്രോമസോംസ്. ഓൾട്ടർനേഷൻ ഓഫ് ക്രോമസോംസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓൾട്ടർനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ചസ് ആണ്. ഓക്കെ, അപ്പൊ ചേഞ്ചസ് നടക്കും, ക്രോമസോമിൽ ചെറിയ ചേഞ്ചസ് വരാൻ ഇത് കാരണമാവും. ദെൻ ഇറ്റ് ഓൾസോ റിസൾട്ട്സ് ഇൻ ക്രോമസോമൽ എബറേഷൻസ് ഓർ അബ്നോർമാലിറ്റീസ്. ഈ ഒരു ആൾട്ടർനേഷൻ എന്തിനു കാരണമാവും? ക്രോമസോമിൽ നടക്കുന്ന ഈ ഒരു ഓൾട്ടർനേഷന്റെ ഫലമായിട്ട് ക്രോമസോമൽ എബറേഷൻസ് അഥവാ അബ്നോർമാലിറ്റീസ് ഉണ്ടാവുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, ക്രൊമാറ്റിഡിനകത്ത് DNA ടൈറ്റ്ലി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഉള്ള ജീൻസ് നഷ്ടപ്പെടുകയാണെങ്കിൽ അതിനെ ഡിലീഷൻ എന്ന് പറയും. പുതുതായിട്ട് ജീൻസ് വന്ന് ആഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗെയിൻ ഓഫ് ജീൻസിനെ നമുക്ക് എന്ത് പറയാം? ഇൻസേർഷൻ അഥവാ ഡ്യൂപ്ലിക്കേഷൻ എന്നുകൂടി പറയാറുണ്ട്. ദെൻ the deletion, insertion or duplication, this leads to the alternation in chromosome. അതായത് ക്രോമസോമിലുള്ള ആൾട്ടർനേഷൻ അല്ലെങ്കിൽ ചേഞ്ചസിന് ഇത് കാരണമാവും. ഓക്കെ, ഇതിന്റെ ഫലമായിട്ട് ക്രോമസോമൽ അബറേഷൻസ് അല്ലാന്നുണ്ടെങ്കിൽ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഉണ്ടാവുന്നു. ഓക്കെ, ക്യാൻസർ, നമുക്കറിയാം ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ക്രോമസോമൽ അബറേഷൻസിന് ഒരു കോമൺ ആയിട്ട് കാണുന്ന ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ ക്രോമസോമൽ എബറേഷൻസ് ആർ കോമൺലി ഒബ്സർവ്ഡ് ഇൻ ക്യാൻസർ സെൽസ്. ഓക്കെ, ക്യാൻസർ സെൽസിൽ സാധാരണയായിട്ട് ഈ ഒരു ക്രോമസോമൽ എബറേഷൻസ് കാണാറുണ്ട്. ക്രോമസോമൽ എബറേഷൻസ് ആർ കോമൺലി ഒബ്സർവ്ഡ് ഇൻ ക്യാൻസർ സെൽസ്. The next is types of mutation. Types of mutation important ആണ്. ഇത് എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. രണ്ട് ടൈപ്പ് മ്യൂട്ടേഷൻ ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് പോയിന്റ് മ്യൂട്ടേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. ഓക്കെ, ഏതൊക്കെയാണ് രണ്ട് ടൈപ്പ് എന്ന് ഒരിക്കൽ കൂടി പറയാം. പോയിന്റ് മ്യൂട്ടേഷനും ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷനും. അപ്പോൾ നമുക്ക് ആദ്യം പോയിന്റ് മ്യൂട്ടേഷൻ ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് പോയിന്റ് മ്യൂട്ടേഷൻ.
മ്യൂട്ടേഷൻ അറൈസസ് ഡ്യൂ ടു ദ ചേഞ്ചസ് ഇൻ എ സിംഗിൾ ബേസ് പെയർ ഓഫ് DNA. അതായത് DNA-യുടെ ഏതെങ്കിലും ഒരു ബേസ് പെയറിന്, സിംഗിൾ ബേസ് പെയർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബേസ് പെയറിന് ചേഞ്ച് സംഭവിക്കുമ്പോഴാണ് ഏതുണ്ടാവുന്നത്, പോയിന്റ് മ്യൂട്ടേഷൻ ഉണ്ടാവുന്നത്. പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടി പറയാം, ഇത് എന്താണ് പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പഠിക്കണം, അതുപോലെ അതിന് എക്സാമ്പിൾസും പഠിക്കണം, ചോദിക്കാറുണ്ട് എക്സാമിന്. അപ്പോൾ എന്താണ് പോയിന്റ് മ്യൂട്ടേഷൻ എന്നുള്ളത് ഒരിക്കൽ കൂടി പറയാം. മ്യൂട്ടേഷൻ അറൈസസ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ എ സിംഗിൾ ബേസ് പെയർ ഓഫ് DNA. ഇമ്പോർട്ടൻ്റ് ആണ്, സിംഗിൾ ബേസ് പെയർ ഓഫ് DNA. അതായത് DNA-യുടെ ഏതെങ്കിലും ഒരു ബേസ് പെയറിന് ഒരു ചേഞ്ച് ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, പോയിന്റ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നത്. ഇതിന് എക്സാമ്പിൾ ആണ് സിക്കിൾ സെൽ അനീമിയ. പഠിച്ചിട്ടുള്ളത് തന്നെ ആയിരിക്കും. സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരിവാൾ രോഗമാണ്. ഓക്കെ, അപ്പോൾ സിക്കിൾ സെൽ അനീമിയ പോയിന്റ് മ്യൂട്ടേഷൻ എക്സാമ്പിൾ ആണ്, അത് ഓർത്ത് വെക്കാം. ദെൻ നമുക്കറിയാം നൈട്രജൻ ബേസുകൾ അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ ഒക്കെ നൈട്രജൻ ബേസുകളാണ് അല്ലേ. അപ്പോൾ നൈട്രജൻ ബേസ് ഇത് അഡിനിൻ. അഡിനിൻ എപ്പോഴും ബേസ് പെയർ ചെയ്യുക തൈമിനുമായിട്ടാണ്. ഓക്കെ, അഡിനിൻ തൈമിനുമായിട്ടാണ് ബേസ് പെയർ ചെയ്യുക. നോർമലി അഡിനിൻ സൈറ്റോസിനായിട്ടൊന്നും പോയി ബേസ് പെയർ ചെയ്യില്ല. അഡിനിൻ തൈമിനുമായിട്ട് മാത്രമാണ് ബേസ് പെയർ ചെയ്യുക. അതുപോലെ തൈമിൻ അഡിനിനുമായിട്ടാണ് ബേസ് പെയർ ചെയ്യുക. ഓക്കെ, നൈട്രജൻ ബേസുകളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഓരോന്നും വ്യക്തമായിട്ട് തന്നെ പറയും. ഇപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, നൈട്രജൻ ബേസുകളുണ്ട്. ഈ നൈട്രജൻ ബേസുകൾ എന്ന് പറയുമ്പോൾ അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ ഒക്കെ നൈട്രജൻ ബേസുകളാണ്. ഓക്കെ, ദെൻ അഡിനിൻ എപ്പോഴും തൈമിനുമായിട്ടാണ് ബേസ് പെയർ ചെയ്യുക. ദെൻ തൈമിൻ അഡിനിനുമായിട്ടാണ് ബേസ് പെയർ ചെയ്യുക. ദെൻ ഗ്വാനിൻ സൈറ്റോസിനുമായിട്ടാണ് ബേസ് പെയർ ചെയ്യുക. ഇതിൻ്റെയൊക്കെ ഫസ്റ്റ് ലെറ്റർ ആണ് നമ്മൾ എഴുതുള്ളൂ. ഓക്കെ, ഗ്വാനിൻ സൈറ്റോസിനുമായിട്ട് ബേസ് പെയർ ചെയ്യും, സൈറ്റോസിൻ ഗ്വാനിനുമായിട്ടും ബേസ് പെയർ ചെയ്യും. ഇത് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കുക. നൈട്രജൻ ബേസുകൾ അഡിനിൻ, തൈമിനും, സൈറ്റോസിനും, ഗ്വാനിനും ഒക്കെ നൈട്രജൻ ബേസുകളാണ്. ഇവ എങ്ങനെയാണ് ബേസ് പെയർ ചെയ്യുന്നുള്ളത് എന്നൊന്ന് മനസ്സിലാക്കുക. എപ്പോഴും അഡിനിൻ തൈമിനുമായിട്ട് മാത്രമേ ബേസ് പെയർ ചെയ്യുള്ളൂ നോർമൽ കേസിൽ. ഓക്കെ, അതുപോലെ തന്നെ തൈമിൻ അഡിനിനുമായിട്ട് മാത്രമാണ് ബേസ് പെയർ ചെയ്യുള്ളൂ. ദെൻ ഗ്വാനിൻ സൈറ്റോസിനുമായിട്ട് ബേസ് പെയർ ചെയ്യും, സൈറ്റോസിൻ ആരുമായിട്ട് ബേസ് പെയർ ചെയ്യും, ഗ്വാനിനുമായിട്ടും ബേസ് പെയർ ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ സിക്കിൾ സെൽ അനീമിയ വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ ഒരു ബേസ് പെയർ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് നോർമൽ ആയിട്ടുള്ള കേസിലാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതായത് അഡിനിൻ, ഇത് AT GC AT, ദെൻ TA CG TA. ഇതെങ്ങനെയാ ബേസ് പെയർ ചെയ്തിട്ടുള്ളത്, അഡിനിൻ തൈമിനുമായിട്ട് ബേസ് പെയർ ചെയ്തിട്ടുണ്ട്, തൈമിൻ അഡിനിനുമായിട്ടും, ഗ്വാനിൻ സൈറ്റോസിൻ, ദെൻ സൈറ്റോസിൻ ഗ്വാനിൻ, അഡിനിൻ തൈമിൻ, തൈമിൻ അഡിനിൻ. ഓക്കെ, അങ്ങനെയാണ് ബേസ് പെയർ ചെയ്തിട്ടുള്ളത്. എന്നാൽ ചില സാഹചര്യത്തിൽ ഇത് ജസ്റ്റ് ഒന്ന് മാറാം. ഏതെങ്കിലും ഒരു ബേസ് പെയർ, ഇത് നോർമൽ ആയിട്ടുള്ള ബേസ് പെയർ ആണ്. ഓക്കെ, എന്നാൽ ചില സാഹചര്യത്തിൽ ഇതിൽ ഒരു സിംഗിൾ ബേസ് പെയറിന്, ഏതെങ്കിലും ഒരു സിംഗിൾ ബേസ് പെയറിന് ഒരു ചെറിയ മാറ്റം വരികയാണ്. നോക്കാം, ഇവിടെ തൈമിൻ അഡിനിൻ എന്നുള്ളതല്ലേ, ഇത് ജസ്റ്റ് ഒന്ന് മാറുകയെന്ന് വിചാരിക്കുക. അതായത് ടിക്ക് പകരം ഇവിടെ A വന്നു, ദെൻ ഈ എക്ക് പകരം ഇവിടെ T വന്നു. ഓക്കെ, അതായത് ചേഞ്ചസ് ഇൻ എ സിംഗിൾ ബേസ് പെയർ ഓഫ് DNA. ഈ DNA-യുടെ ഒരു ഒറ്റ ബേസ് പെയർ ഒന്ന് ചേഞ്ച് ചെയ്തു. ഇതിനാണ് പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതായത് നോർമലി ഉള്ള ബേസ് പെയറിൽ നിന്നും ചെറിയൊരു മാറ്റം വരികയാണ്. ഏതെങ്കിലും ഒരു ബേസ് പെയർ ഒന്ന് മാറിപ്പോവാം, ചേഞ്ച് സംഭവിക്കാം. അങ്ങനെ ഉണ്ടാവുന്ന മ്യൂട്ടേഷൻ, ഇതിന്റെ ഫലമായിട്ട് എന്തുണ്ടാവും, മ്യൂട്ടേഷൻ ഉണ്ടാവും അല്ലേ. അങ്ങനെ ഉണ്ടാവുന്ന മ്യൂട്ടേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂട്ടേഷൻ അറൈസസ് ഡ്യൂ ടു ഡിലീഷൻ ആൻഡ് ഇൻസേർഷൻ ഓഫ് ബേസ് പെയർ ഓഫ് DNA. ഒരിക്കൽ കൂടി പറയാം, മ്യൂട്ടേഷൻ അറൈസസ് ഡ്യൂ ടു ഡിലീഷൻ ആൻഡ് ഇൻസേർഷൻ ഓഫ് ബേസ് പെയർ ഓഫ് DNA. അതായത് DNA ബേസ് പെയർ ഒന്നെങ്കിൽ ഡിലീറ്റ് ആയി പോവാം, നഷ്ടപ്പെട്ടു പോവാം, അല്ലെങ്കിൽ പുതുതായിട്ടൊന്ന് വന്ന് ആഡ് ചെയ്യാം. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അതെന്തിന് കാരണമാവുന്നുണ്ട്, മ്യൂട്ടേഷന് കാരണമാവുന്നുണ്ട്. ഓക്കെ, നോർമലി ഉള്ള DNA-യിൽ പുതിയ ബേസ് പെയർസ് വന്ന് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഉള്ള ബേസ് പെയർ നഷ്ടപ്പെട്ടു പോവാം. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്, ജസ്റ്റ് ചേഞ്ച് ആണ് വരുന്നത് അല്ലേ, ബേസ് പെയറിൽ ഒരു ചേഞ്ച് ആണ് സംഭവിക്കുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, ബേസ് പെയറിൽ ഉള്ളത് ഡിലീറ്റ് ആയി പോവാം, അല്ലെങ്കിൽ പുതുതായിട്ടൊന്ന് വന്ന് ആഡ് ചെയ്യാം, പുതിയ ബേസ് പെയർ വന്ന് ആഡ് ചെയ്യാം. ഇതിനെയാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ തലാസീമിയ. മ്യൂട്ടേഷൻ എന്താണെന്നും മ്യൂട്ടേജൻസ് എന്താണെന്നും അതുപോലെ
ടൈപ്സ് ഓഫ് മ്യൂട്ടേഷനുമാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ മ്യൂട്ടേജൻസ് എന്ന് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഏജൻസ് അല്ല, അതിൻ്റെ സ്പെല്ലിങ് ശ്രദ്ധിക്കണം, മ്യൂട്ടേജൻസ് എന്നാണ്. ഓക്കെ, ടി ഇല്ല, ഏജന്റ് എന്നല്ല, അത് ശ്രദ്ധിക്കണം എഴുതുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. അടുത്തതായിട്ട് പറയുന്നത് പെഡിഗ്രി അനാലിസിസ് ആണ്. എന്താണ് പെഡിഗ്രി അനാലിസിസ് എന്ന് നോക്കാം. Analysis of trait in a several generation of a family is called pedigree analysis. ഒരിക്കൽ കൂടി പറയാം. Analysis of a trait in a several generation of a family is called pedigree analysis. അതായത് അനാലിസിസ് ആണ്, അതായത് ഒരു പ്രത്യേക ട്രേറ്റ് ഒരു ഫാമിലിയിൽ അതിൻ്റെ വ്യത്യസ്ത ജനറേഷനുകളിൽ ഉണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്യാണ്. ഓക്കെ, പെഡിഗ്രി അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അനാലിസിസ് ആണ് എന്തിൻ്റെ, ഏതെങ്കിലും ഒരു ട്രേറ്റ് എടുത്തിട്ട് ആ ട്രേറ്റ് ആ ഒരു ഫാമിലിയിലെ വ്യത്യസ്ത ജനറേഷനുകളിൽ ഉണ്ടോ എന്നുള്ളത്, അഥവാ ഇനി വരുന്ന ജനറേഷനിലേക്ക് ആ ട്രേറ്റ് ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടുമോ എന്നുള്ളതൊക്കെ അനലൈസ് ചെയ്യാനാണ് പെഡിഗ്രി അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ടു ട്രേസ് ദ മെന്റീലിയൻ ഡിസോർഡേഴ്സ്. അതായത് ജനറ്റിക് ഡിസോർഡേഴ്സ് പ്രധാനമായിട്ടും രണ്ട് ടൈപ്പാണുള്ളത്. മെന്റീലിയൻ ഡിസോർഡേഴ്സും ക്രോമസോമൽ ഡിസോർഡേഴ്സും. ഒരിക്കൽ കൂടി പറയാം. പെഡിഗ്രി അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രത്യേക ട്രേറ്റിനെ അനലൈസ് ചെയ്യാനാണ്. അതായത് ഒരു ഫാമിലിയിൽ വ്യത്യസ്ത ജനറേഷൻസിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ട്രേറ്റ് ഉണ്ടായിരുന്നോ എന്നുള്ളതും ഇനി ഭാവിയിൽ ഉണ്ടാവോ എന്നുള്ളതും അനലൈസ് ചെയ്യാനാണ് പെഡിഗ്രി അനാലിസിസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ടു ട്രേസ് ദ മെന്റീലിയൻ ഡിസോർഡേഴ്സ്. പ്രധാനമായിട്ടും ഇത് ഉപയോഗിക്കുന്നത് മെന്റീലിയൻ ഡിസോർഡേഴ്സിനെ ട്രേസ് ചെയ്യാനാണ്, മെന്റീലിയൻ ഡിസോർഡേഴ്സ് ഉണ്ടോ എന്നുള്ളത് അറിയാനാണ്. അപ്പോൾ എന്താണ് മെന്റീലിയൻ ഡിസോർഡേഴ്സ് എന്ന് നോക്കാം. അതായത് ജനറ്റിക് ഡിസോർഡേഴ്സിനെ രണ്ട് ടൈപ്പ് ആയിട്ട് നമുക്ക് പറയാം. ജനറ്റിക് ഡിസോർഡേഴ്സിന് രണ്ട് ടൈപ്പ് ഡിസോർഡേഴ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ഈസ് മെന്റീലിയൻ ഡിസോർഡർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ക്രോമസോമൽ ഡിസോർഡേഴ്സ്. ഓക്കെ, ക്രോമസോമൽ ഡിസോർഡേഴ്സും ഉണ്ട്, മെന്റീലിയൻ ഡിസോർഡേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു പെഡിഗ്രി അനാലിസിസ് ഉപയോഗിക്കുന്നത് മെന്റീലിയൻ ഡിസോർഡേഴ്സ് ഉണ്ടോ എന്നുള്ളത് ട്രേസ് ചെയ്യാനാണ്. അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക ഫാമിലിയിൽ ഗ്രാൻഡ് സണ്ണിനോ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിനോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിലേക്കുള്ള ഒരു 5 or 6 തലമുറകളിൽ ആർക്കെങ്കിലും മെന്റീലിയൻ ഡിസോർഡേഴ്സിൻ്റെ ഒരുപാട് മെന്റീലിയൻ ഡിസോർഡേഴ്സ് വരുന്നുണ്ട്, അതിൽ ഏതെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ളത് ട്രേസ് ചെയ്യാനാണ് പെഡിഗ്രി അനാലിസിസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് മെന്റീലിയൻ ഡിസോർഡേഴ്സ് വരുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. ഈ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യും. അതായത് മെന്റീലിയൻ ഡിസോർഡേഴ്സും ക്രോമസോമൽ ഡിസോർഡേഴ്സും ഒക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, അത് മറ്റൊരു വീഡിയോയിൽ ചെയ്യും. ഇപ്പോൾ നമ്മൾ പെഡിഗ്രി അനാലിസിസ് എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ പെഡിഗ്രി അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, അനാലിസിസ് ഓഫ് ട്രേറ്റ് ഇൻ എ സെവറൽ ജനറേഷൻ ഓഫ് എ ഫാമിലി ഈസ് കോൾഡ് പെഡിഗ്രി അനാലിസിസ്. ഓക്കെ, ഇറ്റ് ഈസ് മെയിൻലി യൂസ് ടു ട്രേസ് ദ മെന്റീലിയൻ ഡിസോർഡേഴ്സ്. അപ്പോൾ എന്താണ്, ജസ്റ്റ് ഏതൊക്കെയാണ് മെന്റീലിയൻ ഡിസോർഡേഴ്സ് എന്നുള്ളതൊന്ന് പറയാം. ഏതൊക്കെയാണ് മെന്റീലിയൻ ഡിസോർഡേഴ്സ് എന്ന് നോക്കാം. നേരത്തെ പറഞ്ഞു ജനറ്റിക് ഡിസോർഡേഴ്സിൽ രണ്ട് ടൈപ്പ് ഡിസോർഡേഴ്സ് വരുന്നുണ്ട്, മെന്റീലിയൻ ഡിസോർഡേഴ്സും ക്രോമസോമൽ ഡിസോർഡേഴ്സും. ഓക്കെ, മെന്റീലിയൻ ഡിസോർഡേഴ്സ് ഇൻക്ലൂഡ്സ് ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, ഫിനൈൽ കീറ്റോനൂറിയ, സിസ്റ്റിക് ഫൈബ്രോസിസ്, കളർ ബ്ലൈൻഡ്നെസ് ആൻഡ് തലാസീമിയ. ഇത്രയും ഡിസോർഡേഴ്സ് ആണ് മെന്റീലിയൻ ഡിസോർഡേഴ്സിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡിസോർഡേഴ്സ് അഥവാ ഡിസീസസ്, ഓക്കെ, ഇതൊക്കെ അസുഖങ്ങളാണ് അല്ലേ. ഇത്രയും അസുഖങ്ങളാണ് മെന്റീലിയൻ ഡിസോർഡേഴ്സിൽ വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. ഇപ്പോൾ നമ്മൾ പെഡിഗ്രി അനാലിസിസ് ആണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡീറ്റെയിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. ഇത്രയും മനസ്സിലാക്കുക, പെഡിഗ്രി അനാലിസിസിൽ ചെയ്യുന്നത് ഇത്രയും അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളത്. അതായത് ഇപ്പോൾ ഒരു ഫാമിലിയിൽ ഒരു കുട്ടിക്ക് ഇതിലേതെങ്കിലും ഒരു അസുഖം, ഹീമോഫീലിയ ഫോർ എക്സാമ്പിൾ, ഹീമോഫീലിയ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു കുട്ടിയുടെ ഫാമിലി ഹിസ്റ്ററി ഒരു ഫാമിലി ട്രീ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കും. അപ്പോൾ ഈ ഒരു ഡിസീസ്, ഹീമോഫീലിയ എന്ന് പറയുന്ന ഈ ഒരു ഡിസീസ് ഈ ഒരു കുട്ടിയുടെ
മുന്നേയുള്ള ഒരു 5 or 6 തലമുറയിൽ ഉള്ളവർക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ആ ഒരു ഫാമിലി ട്രീ നോക്കിക്കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു പെഡിഗ്രി അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആ കുട്ടിയുടെ നെക്സ്റ്റ് ജനറേഷൻ, അടുത്ത് വരുന്ന ആ കുട്ടിയുടെ കുട്ടിക്കോ അല്ലെങ്കിൽ കുട്ടിയുടെ കുട്ടിക്കോ ഒക്കെ ഈ ഒരു ഡിസോർഡർ വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് കൂടി ഈ ഒരു പെഡിഗ്രി അനാലിസിസിലൂടെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു ഒറ്റ ട്രെയ്റ്റിനെ അല്ലെങ്കിൽ ഒരു സമയത്ത് ഒരു ഒറ്റ അസുഖത്തെ മാത്രമാണ് ഈ ഒരു പെഡിഗ്രി അനാലിസിസിൽ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു അസുഖം ഉണ്ടായി, അപ്പോൾ ആ ഹീമോഫീലിയ എന്ന് പറയുന്ന അസുഖമാണെങ്കിൽ ആ ഒരു ഡിസീസ് മാത്രമായിരിക്കും ആ ഫാമിലി ട്രീയിൽ ഉൾപ്പെടുത്തുക, കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് സിംബൽസ് യൂസ്ഡ് ഇൻ ദി ഹ്യൂമൻ പെഡിഗ്രി അനാലിസിസ്. അതായത് പെഡിഗ്രി അനാലിസിസിൽ ഉപയോഗിക്കുന്ന സിംബൽസ് ആണ് അടുത്തതായിട്ട് പറയുന്നത്. ഈ സിംബൽസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സിംബൽസ് തന്നിട്ട് ഇതെന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് വൺ, ആ ഒരു സ്ക്വയറിൽ കാണിച്ചിട്ടുള്ളത് മെയിലിനെ സൂചിപ്പിക്കുന്ന സിംബലാണ്. ദെൻ നെക്സ്റ്റ് ഈസ് ഫീമെയിൽ. തേർഡ് വൺ സെക്സ് അൺസ്പെസിഫൈഡ്. ദെൻ പിന്നീട് കൊടുത്തിട്ടുള്ളത്, അതായത് ഫോർത്ത് വൺ റെഡ് കളറിൽ അവിടെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എഫക്റ്റഡ് ഇൻഡിവിജ്വൽസ് ആണ്, അതായത് ഡിസീസ് ഉള്ള ഇൻഡിവിജ്വൽസ് ആണ്. ദെൻ ഫിഫ്ത്ത് വൺ നോക്കാം, അത് മേറ്റിങ്ങിനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് ഒരു സ്ക്വയറിനെ ഒരു സർക്കിളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അത് മേറ്റിംഗ്, അതായത് മാരേജിനെയാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് മേറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ്, അതായത് റിലേറ്റീവ്സ് തമ്മിലുള്ള മേറ്റിംഗ് ആണ് അവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ അവിടെ ശ്രദ്ധിക്കേണ്ടത് സ്ക്വയറിനെ സർക്കിളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ അവിടെ 2 ലൈൻസ് ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മേറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ് സാധാരണയായിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന് പറയുന്ന മറ്റൊരു പേരാണ് കോൺസാങ്ക്വിനസ് മേറ്റിംഗ് എന്നുകൂടി പറയാറുണ്ട്. അപ്പോൾ ആ ഒരു ടേം ഓർത്ത് വയ്ക്കുക, കോൺസാങ്ക്വിനസ് മേറ്റിംഗ്. ദെൻ അടുത്തത് പാരൻസ് എബോവ് ആൻഡ് ചിൽഡ്രൻ ബിലോ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് മേലെ കൊടുത്തിട്ടുള്ളത് പാരൻസ് തമ്മിലുള്ള മീറ്റിംഗ് ആണ്. ദെൻ അതായത് ഒരു സ്ക്വയറിനെ ഒരു സർക്കിളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് പാരൻസ് തമ്മിലുള്ള മീറ്റിംഗ് ആണ് അതവിടെ കാണിച്ചിട്ടുള്ളത്. ആ ഒരു മീറ്റിങ്ങിലൂടെ ഉണ്ടായിട്ടുള്ളത് 2 പ്രോജനി ആണെങ്കിൽ 2 പ്രോജനി സൈഡിലേക്ക് ഒരെണ്ണം സർക്കിളും ഒരെണ്ണം സ്ക്വയറുമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ആ സർക്കിളായി കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം ഫീമെയിൽ ചൈൽഡാണ്. ദെൻ സ്ക്വയറിൽ കാണിച്ചിട്ടുള്ളത് മെയിൽ ചൈൽഡാണ്. അടുത്തത് പാരൻസ് വിത്ത് മെയിൽ ചൈൽഡ് എഫക്റ്റഡ് വിത്ത് ഡിസീസ്. അതായത് പാരൻസിന് മേലെ കാണിച്ചിട്ടുണ്ട്, അവരുടെ മീറ്റിംഗ് കാണിച്ചിട്ടുണ്ട്. ഒരു സ്ക്വയറിനെ സർക്കിളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, മീറ്റിംഗ് ആണ് അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ദെൻ അതിലുണ്ടായിട്ടുള്ള പ്രോജനി, ആ ഒരു ചൈൽഡിനെ റെഡ് കളറിൽ അവിടെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഷെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അഫക്റ്റഡ് ഇൻഡിവിജ്വൽ ആയിരിക്കും. ഓക്കെ, ഡിസീസ് ഉള്ള ഇൻഡിവിജ്വൽ ആയിരിക്കും. ദെൻ ലാസ്റ്റ് വൺ 5 അൺഎഫക്റ്റഡ് ഓഫ്സ്പ്രിങ്സ്. അതായത് അൺഎഫക്റ്റഡ് എന്ന് പറയുമ്പോൾ ആ ഒരു സിമ്പിളിൻ്റെ ഉള്ളിൽ ഒരു 5 എന്നുകൂടി എഴുതിയിട്ടുണ്ട്. അതായത് 5 പ്രോജനി ഉണ്ടായിട്ടുണ്ട്. അതിൽ 5ഉം എന്താണ്, അൺഎഫക്റ്റഡ് ആണ്, ഡിസീസ് ഇല്ലാത്ത ഓഫ്സ്പ്രിങ്സ് ആണ്, കുട്ടികളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിൾസ് ആണ് പെഡിഗ്രി അനാലിസിസിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾസ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.